ഇന്ന് നമുക്കൊരു ബീഫ് വരട്ടിയതായാലോ? അതും ഒരു കിടു ടേസ്റ്റ്. നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, പെരുംജീരകം 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, കറുവപ്പട്ട 3ഓ 6ഓ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, കറിയാമ്പൂ 5 6 എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 2 മിനിറ്റ് ചൂടാക്കിയാൽ മതിയാവും. ചൂടായതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് വെച്ച മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ച ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പകുതി നാരങ്ങാനീര്, 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് കുറച്ചെടുത്താൽ മതിയാവും. ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് കുക്കറിൽ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 10 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫൊന്ന് ഇതിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് അടച്ച് വെച്ച് ഫ്രൈ ചെയ്യാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് പെട്ടെന്ന് ഫ്രൈ ആയി കിടക്കും. ബീഫൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാനിവിടെ 1 സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ഈ ബീഫ് ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടും. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബീഫിന് നല്ലൊരു കളറായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സവാള നന്നായി നമുക്ക് ഇനി ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഞാനിവിടെ കുറച്ച് കാഷ്യൂ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ തേങ്ങ കൊത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഞാൻ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് വരട്ടി ഇത് റെഡി ആയിട്ടോ.